അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ എവിടുന്നാ കുടിന്നല്ലേ വരണോ? ഇവിടെ എത്തി. ഞാൻ പെരീന്ന് തന്നെ വരുന്നുണ്ട്. ഞാനേ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഹജ്ജിന് പോകണമെന്ന്. ഇപ്രാവശ്യമാണ് അത് ഒത്തു വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ മൂത്ത മോനെ എന്നോടല്ല ഇപ്പം ആദ്യം പറയണ്ടേ. ഞാനേ മറ്റോടെ രണ്ടാളും കൂടെ ഒന്ന് പോയി കാണട്ടെ. എന്നിട്ട് ഓലും കൂടെ അഭിപ്രായം എന്താന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പറയാം. നിങ്ങൾക്ക് ചായ എടുത്തിട്ടില്ലല്ലോ. ഉത്സവം ഇപ്പഴേ വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുക്ക. ചായ വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു പോകണോട്ടെ. ഒരു ഗ്ലാസ് കുടിച്ചു. ഞാൻ ഇപ്പൊ കുടിച്ചു പോകാൻ ഞാനേ നിങ്ങളോട് പറയാം കേട്ടോ. എന്നിട്ട് എന്താ ഓല് പറയണമെന്ന് വെച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയണ്ട്. എന്റെ മുതല് ഞാൻ നിങ്ങൾക്ക് 3 മക്കൾക്കും ഭാഗം വെച്ച് തന്നു. ഇനി എൻ്റെ അടുത്ത് ഈ ഹജ്ജിന് പോകാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിന് പോകാൻ നിങ്ങൾ സമ്മതിക്കൂലേ? നിങ്ങൾ 3 മക്കളും കൂടി 3 മാസം നോക്കാനല്ലേ ഉമ്മാനെ? അതിന് നിങ്ങൾക്ക് പറ്റൂലേ? ഞങ്ങളൊക്കെ എങ്ങനെ ഏത് നിലയിലെ വളർത്തിയുണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അത്രയും നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളോട് നിങ്ങൾ ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചോ? ഇമ്മ അങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഹജ്ജിന് പോകണം. അത് മാറ്റലല്ലേ ഹൈറ്? ഇമ്മാന്റെ അസുഖം എന്താന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് മാറ്റലല്ലേ നല്ലത്? അത് മാറ്റി ഉമ്മൊക്കെ സോക്കത്തിലും റാഹത്തിലും ആവുമ്പോ അടുത്ത കൊല്ലമാണെങ്കിലും നിങ്ങൾക്ക് പോകാലോ. ഇമ്മാന്റെ ഈ സോക്കറിന് വേണ്ടി നിങ്ങൾ കായ് ചെലവാക്കിയാൽ മാറ്റിയാൽ തന്നെ ഹജ്ജിന്റെ കൂലി കിട്ടും. അപ്പൊ അതൊന്നും നിങ്ങൾ ആലോചിച്ചാത്ത എന്താണ്? ഞാൻ ആ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൂ. എവിടുന്നാ വരുന്നേ? ഞാൻ ട്രാവൽസിൽ വരെ ഒന്ന് പോയതാണ്. രാവിലെ പോയിക്കണേ. ട്രാവൽസിലാ? എന്തിപ്പോ ഹജ്ജിന് വേണമെന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അൽഹംദുലില്ലാ. നോക്കണ്ടാ? ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിരുന്നേ. തന്നെ കൊറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ചാൽ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ആയിക്കോട്ടെ. സാധിച്ചിരുന്നു. തന്നെ രാവിലെ പോയതാവൂല? രാവിലെ പോയതാണ്. തന്നെ അപ്പൊ ആ ട്രാവൽസിലൊക്കെ പോയി അന്വേഷിച്ച് പോയതൊക്കെ കാട്ടും. പൈസ ഒക്കെ കൂടി അങ്ങനെ ഞാൻ കൊറേ കാലമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടി വെക്കുന്നുണ്ട് പോകാൻ വേണ്ടിട്ടല്ലേ. കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനും പോകട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആമീന ട്രാവൽസ് പോയി പോന്നാ? ട്രാവൽസിൽ പോയി പോകുന്നത് ഈ മാസേ ലാസ്റ്റ് പോകാന്നാണ് പറഞ്ഞത്. ലാസ്റ്റാ? പോണ ഒരാഴ്ച മുന്നേ പൈസ കൊടുക്കണല്ലേ? എല്ലാ നമ്മളെ മക്കളെ ആരെങ്കിലും കൊണ്ട് വന്നിരുന്നാ? മക്കളാ? ഓനാരും വന്നിട്ടില്ലല്ലോ. എന്ത് ചോദിച്ചാൻ കാരണം? എന്റെ മുഖത്തൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ. എന്തേ? ഞാനിങ്ങനെ ആലോചിക്കാണേ. മുതല് 3 ആൾക്കും നമ്മള് പാകം ചെയ്ത് കൊടുത്ത് ഒരാളും നമ്മളോട് ചോദിച്ചില്ല നിങ്ങൾ നമ്മളൊപ്പം പോരണോന്ന്. ആ ഒരു വിഷമമാണ് എനിക്കുള്ളത്. എങ്ങനെയാണ് നമ്മള് ഓലെ വളർത്തിയതെന്ന് എനിക്കറിയാലോ. എങ്ങനെ കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന്. ആ ഒരു വിചാരം ഓർക്കില്ല. നമ്മളെ മുതലിനാണ് ഓര് സ്നേഹിച്ചത്, നമ്മളെ ഓര് സ്നേഹിച്ചിട്ടില്ല. ഇനി അതൊന്നും ആലോചിച്ചണ്ട. നിങ്ങൾ ഹജ്ജിന് പോവാൻ ഏതായാലും നിങ്ങൾ കുറച്ചതാണ്. അത് നോക്കി നിങ്ങള് മക്കൾക്ക് മാണ്ട തോന്നിക്കാണും. നമ്മൾക്ക് ഒരു അധികപ്പറ്റായി തോന്നിക്കാണും. വയസ്സായി വരല്ലേ, അവർക്ക് ഉപകാരം ഞാൻ തോന്നിക്കാണും. അതുകൊണ്ടാണ് കാരണം. അല്ലാതെ ഇപ്പൊ ഏതായാലും നിങ്ങൾ ഒന്നിനും നെയ്യത്ത് വെച്ച് ഇറങ്ങിയതാണ്. അത് നടക്കട്ടെ എന്നാല്.